2025 വർഷത്തെ ഏറ്റവും വലിയ കറക്ഷനാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് സാക്ഷ്യം വഹിച്ചത്. ഡോ ജോൺസ് 748 പോയിന്റ് ഇടിഞ്ഞപ്പോൾ നാസ്ഡാക്ക് 2.20% ഇടിഞ്ഞു. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേറ്റതിനു ശേഷം എക്കണോമിക് ആക്ടിവിറ്റികളിലും ബിസിനസ് ആക്ടിവിറ്റികളിലും മാന്ദ്യം സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ട് വന്നതിൻ്റെ ഇമ്പാക്റ്റാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ പ്രകടമായത്. ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് ഹൈക്ക് മൂലമുള്ള പല പോളിസികളുടെയും പശ്ചാത്തലത്തിൽ ഡൊമസ്റ്റിക് സ്പെൻഡിംഗ് ഇടിയുകയും അത് ബിസിനസ് ആക്ടിവിറ്റികളെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം S&P ഗ്ലോബൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അമേരിക്കയുടെ ബിസിനസ് ആക്ടിവിറ്റി 17 മാസത്തെ ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു. ഇത് ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ പോളിസി മൂലവും റേറ്റ് കട്ട്, സ്പെൻഡിംഗ്, ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് കൂടാതെ താരിഫ് ഹൈക്ക് എന്നിവ മൂലവുമാണ്. ഇതുമൂലം ഗ്ലോബൽ മാർക്കറ്റിലും അമേരിക്കൻ മാർക്കറ്റിലും അൺസർട്ടനിറ്റി വർദ്ധിക്കുകയും ചെയ്തു. ഡൊണാൾഡ് ട്രംപിൻ്റെ പല പോളിസികളും സെയിൽസിനെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും എലോൺ മസ്കിൻ്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സ്പെൻഡിംഗ് റിഡക്ഷനുമായി ബന്ധപ്പെട്ട പോളിസികൾ സയൻറ്റിഫിക് ആൻഡ് എക്കണോമിക് സെക്ടേഴ്സിനെ പ്രതികൂലമായി ബാധിക്കുകയും ജോബ് ലോസസിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഓവറോൾ സ്പെൻഡിംഗ് കുറയുകയും എക്കണോമിയെ ഇത് പ്രതികൂലമായി ബാധിച്ചേക്കും എന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തു. അമേരിക്കയുടെ ട്രഷറി ഈൽഡ് 4.51% നിന്നും 4.41% ഇടിയുകയും ചെയ്തു. അമേരിക്കൻ മാർക്കറ്റിൽ വന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ചിലപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിച്ചേക്കാം. പ്രത്യേകിച്ചും 22,800 എന്ന സ്ട്രോങ് സപ്പോർട്ട് നഷ്ടമായ സ്ഥിതിക്ക് 22,800 എന്ന സ്ട്രോങ് സപ്പോർട്ട് നഷ്ടമായതുകൊണ്ട് 22,500 ആയിരിക്കും ഇനി മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള 2 സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് ബജാജ് ഓട്ടോ വെള്ളിയാഴ്ച 1.45% ഇടിഞ്ഞ് 8,504 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. എൻ്റയർ ഓട്ടോ സെക്ടർ താരിഫ് ഹൈക്കുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റിൽ ഫോക്കസിലാണ്. കൂടാതെ കഴിഞ്ഞ ആഴ്ച ഫാർമ സെക്ടറിലും ഓട്ടോ സെക്ടറിലും സെല്ലിംഗ് വരികയും ചെയ്തു. ബജാജ് ഓട്ടോ എന്ന സ്റ്റോക്ക് ഏകദേശം 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 7,890 ആണ് 52 വീക്ക് ലോ. ബജാജ് ഓട്ടോ അതിൻ്റെ ഇൻ്റർനാഷണൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി 1,364 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ, അതായത് ബജാജ് ഓട്ടോയുടെ സബ്സിഡറി കമ്പനിയായ ബജാജ് ഓട്ടോ ഇൻ്റർനാഷണൽ ഹോൾഡിംഗ് എന്ന നെതർലാൻഡ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഫ്യൂച്ചർ ഗ്രോത്തും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനും വേണ്ടിയാണ് കമ്പനി ഇത്രയും വലിയൊരു തുക ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ഈ തുക ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ കൺവെർട്ടബിൾ നോൺ കൺവെർട്ടബിൾ ലോണുകളിൽ നിന്നോ ഡിബഞ്ചറുകളിൽ നിന്നോ ആയിരിക്കും കമ്പനി സമാഹരിക്കുക. അതോടൊപ്പം തന്നെ ബജാജ് ഓട്ടോ എന്ന കമ്പനിക്ക് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉള്ളതും ഫിനാൻഷ്യൽ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന KTM എന്ന കമ്പനിയുടെയും കൂടുതൽ ഷെയറുകൾ ബജാജ് ഓട്ടോ വാങ്ങിയേക്കും എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റും വരുന്നുണ്ട്. ആൾറെഡി KTMൽ 49% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണ് ബജാജ് ഓട്ടോയ്ക്കുള്ളത്. വരും സമയങ്ങളിൽ ഈ സ്റ്റേക്ക് ഹോൾഡിംഗ് 75%ലേക്ക് ഉയർത്താനും കമ്പനി ലക്ഷ്യമിടുന്നുണ്ട്. ഇതുവഴി ഫിനാൻഷ്യലി സ്ട്രെസ്സായ KTMനെ ഒരു റീസ്ട്രക്ചർ ചെയ്യാനും KTMനെ ഇന്ത്യൻ മാർക്കറ്റിലേക്കും ഓവർസീസ് മാർക്കറ്റിലേക്കും എക്സ്പോർട്ട് ചെയ്യാനും ബജാജ് ഓട്ടോയ്ക്ക് പ്ലാനുണ്ട്. ഈ പ്ലാനുകളുടെ പശ്ചാത്തലത്തിൽ ലോങ് ടൈമിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ഏതെങ്കിലും കാരണവശാൽ, അതായത് ഓട്ടോ സെക്ടറിൽ വന്ന സെല്ലിംഗ് പ്രഷറിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് 52 വീക്ക് ലോയ്ക്ക് അടുത്തെത്തുകയാണെങ്കിൽ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയുമുണ്ട്. രണ്ടാമത്തേത് JSW എനർജിയാണ്. കഴിഞ്ഞ ആഴ്ച ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ് JSW എനർജി. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ 5.8% വർദ്ധിച്ച് 496 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 86,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 45.19, 52 വീക്ക് ലോ 418, 52 വീക്ക് ഹൈ 804. മോർഗൻ സ്റ്റാൻലി JSW എനർജിക്ക് ബൈ എന്ന റേറ്റിംഗും 6% അപ്സൈഡിലുള്ള ടാർഗറ്റും നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. 2024-28 ഫിനാൻഷ്യൽ ഇയറിൽ JSW എനർജി എന്ന കമ്പനിയുടെ എബിറ്റയിൽ 24% CAGR കൂടിയുള്ള ഗ്രോത്ത് പ്രതീക്ഷിക്കാമെന്ന് മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കമ്പനിക്ക് മോർഗൻ സ്റ്റാൻലി പോസിറ്റീവ് ഔട്ട്ലുക്കാണ് നൽകിയിരിക്കുന്നത്. സ്ട്രോങ് മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു പവർ ജനറേഷൻ കമ്പനിയാണ് JSW എനർജി എന്ന കമ്പനി. JSW എനർജി എന്ന കമ്പനി വരും സമയങ്ങളിൽ റിന്യൂവബിൾ എനർജി സെക്ടറിലും സിഗ്നിഫിക്കൻ്റ് റോൾ പ്ലേ ചെയ്യുന്ന കമ്പനിയാണ്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ എബിറ്റയിൽ 25% അപ്സൈഡ് പ്രൊജക്ഷനും നൽകിയിട്ടുണ്ട്. കമ്പനി പ്രധാനമായും ഗ്രീൻ എനർജി ബിസിനസ്സിലും എനർജി സ്റ്റോറേജ് ആൻഡ് തെർമൽ സെഗ്മെൻറ്റിലുമാണ് പ്രവർത്തിക്കുന്നത്.
കൂടാതെ 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q3 കൂടി JSW എനർജിയുടെ ടോട്ടൽ ഓപ്പറേഷണൽ കപ്പാസിറ്റി 8.1 ഗിഗാവാട്ടായി ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ 6714 മെഗാവാട്ട് പ്രോജക്റ്റുകൾ പൈപ്പ് ലൈനിലാണ്. 1848 മെഗാവാട്ടിൻ്റെ പ്രൊജക്റ്റുകൾ 2025 കൂടി ഓപ്പറേഷണലാവുകയും ചെയ്യും. ജിൻഡാൽ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള JSW എനർജിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 27% ഇയർ ഓൺ ഇയറിൽ ഡിക്ലൈൻ ആയിരുന്നു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 168 കോടിയിലേക്കാണ് ഡിക്ലൈൻ ആയത്. എബിറ്റയിൽ 9% ഇടിവും എബിറ്റ മാർജിൻ 46.2% നിന്നും 42.2% ഇടിയുകയും ചെയ്തു. അതേസമയം സ്ട്രോങ് ഓർഡർ ബുക്കും വരും സമയങ്ങളിൽ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള സ്റ്റോക്കിൻ്റെ കേപ്പബിലിറ്റിയും മനസ്സിലാക്കിയാണ് ഈ സ്റ്റോക്കിനെ നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി പരിഗണിക്കാവുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്